ക്വസ്റ്റിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഴമേറും നിൻ മഹസാമഴിയിൽ എന്ന് തുടങ്ങുന്ന വരികൾ ദൈവദശകൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറേ പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, 3 മുദ്രാവാക്യങ്ങൾ PSC ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാണ് തിരുവിതാംകൂർക്കാർക്ക് 1891 സമർപ്പിച്ച മെമ്മോറിയലായ മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1 സമർപ്പിച്ച മലയാളി മെമ്മോറിയൽ മുദ്രാവാക്യമാണ് തിരുവിതാംകൂർക്കാർക്ക്. ബാരിസ്റ്റർ GP പിള്ള പ്രധാന നേതാവ്, രണ്ടാമത്തെ ഒപ്പുവെച്ച വ്യക്തി. രണ്ടാമത്തെ നേതാവ് KP ശങ്കരമേനോൻ ഒന്നാമത് ഒപ്പുവെച്ചു. മൂന്നാമത്തെ നേതാവ് മൂന്നാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു. ഇനി അതുമായി ബന്ധപ്പെട്ട് വേറെ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വന്നിരുന്നു, മലയാളി മെമ്മോറിയലിന്റെ എഴുത്തുകാരൻ, അതുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ, കാരണം അത് എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ്. അത് CV രാമൻ പിള്ള. ആകെ ഒപ്പുവെച്ചവരെണ്ണം 10,028. തെറ്റരുത്, 1028 അല്ല, 10,028. 128 വരെ ഒപ്പുവെച്ചു. ഈ CV രാമൻ പിള്ളയുമായി ബന്ധപ്പെട്ട് 3 നോവൽ അറിഞ്ഞിരിക്കുക. ഒന്ന് ധർമ്മരാജ മാർത്താണ്ഡവർമ്മ രാമരാജ ബഹദൂർ. മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ. അനിയനാളെ കുറിച്ചുള്ളത് മാർത്താണ്ഡവർമ്മ, കാർത്താനെ കുറിച്ച് ചെയ്ത് ധർമ്മരാജ, രാജ കേശവദാസുമായി ബന്ധപ്പെട്ടുള്ളത് രാമരാജ ബഹദൂർ. ഇത് ആർക്ക് സമർപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമർപ്പിച്ചത് അന്നത്തെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ സമർപ്പിച്ചു. അപ്പൊ മലയാളി മെമ്മോറിയൽ മുദ്രാവാക്യം അറിഞ്ഞിരിക്കുക തിരുവിതാംകൂർക്കാർക്ക്. അപ്പൊ മെമ്മോറിയൽ പറഞ്ഞ കൂട്ടത്തിൽ വേറെ 2 പോയിന്റ് പറയാണ്. ഈഴവ മെമ്മോറിയൽ 1896 ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു. അതിൽ ഒപ്പുവെച്ചവരെണ്ണം 13,176 പേരാണ് അതിൽ ഒപ്പുവെച്ചത്. 1896 ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ശ്രീമൂലനാൾ സമർപ്പിച്ച മെമ്മോറിയലാണ് ഈഴവ മെമ്മോറിയൽ. അടുത്ത മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ എതിരായിട്ടൊരു മെമ്മോറിയൽ കൊടുത്തു. ആ മെമ്മോറിയൽ പേര് എതിർ മെമ്മോറിയൽ. മലയാള വർഷമായ 1891 തന്നെ മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന്. ഡോക്ടർ പൽപ്പു തന്നെ കഴ്സൺ പ്രഭുവിന്. അപ്പോൾ മെമ്മോറിയൽ പ്രധാനപ്പെട്ട 4 മെമ്മോറിയൽ ഉണ്ട്. ഒന്ന് മലയാളി മെമ്മോറിയൽ 1991 ഒപ്പുവെച്ചവരെണ്ണം 10,028 സമർപ്പിച്ചു ശ്രീമൂലം തിരുനാളിൽ. നേതാക്കൾ 3 പേര്, ബാരിസ്റ്റർ GP പിള്ള, KP ശങ്കരമേനോൻ, ഡോക്ടർ പൽപ്പു. രണ്ടാമത്തെ മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ സെയിം വർഷം 1991. മൂന്നാമത്തെ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ 1896 നേതാവ് ഡോക്ടർ പൽപ്പു സമർപ്പിച്ച ശ്രീമൂലം തിരുനാളിൽ ഒപ്പുവെച്ചവരെണ്ണം 13,176. രണ്ടാം ഈഴവ മെമ്മോറിയൽ വർഷം 1900 സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന്, നേതാവ് ഡോക്ടർ പൽപ്പു. പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട 3 മുദ്രാവാക്യങ്ങൾ ഒന്നായിരുന്നു തിരുവിതാംകൂർക്കാർക്ക് മലയാളി മെമ്മോറിയൽ മുദ്രാവാക്യം. അടുത്ത മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. പുന്നപ്ര വയലാർ സമരം ബന്ധപ്പെട്ടാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. 1946 സർ CP രാമസ്വാമിയർ ദിവാനെതിരെ ആലപ്പുഴ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. അടുത്ത മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. 1912 കുറിച്യർ ലഹള, ബ്രിട്ടീഷുകാരുടെ അമിതമായ നികുതിക്കെതിരെയും കുറിച്യരുടെ പ്രധാന കൃഷിരീതിയായിരുന്ന വെട്ടിച്ചുട്ട് കൃഷി നിർത്തലാക്കുന്നതിനെതിരുമായി ബന്ധപ്പെട്ടൊക്കെ നടന്ന കുറിച്യർ ലഹള നടന്ന വർഷം 1912. അതിന് മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പോൾ കുറിച്യർ നേതാവ് അറിഞ്ഞിരിക്കുക 1912 നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് രാമനമ്പി നേതൃത്വം കൊടുത്തത് രാമനമ്പി. 1988 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നു. ആ ക്ഷേത്രത്തിൽ എഴുതി വെച്ച വരികളാണ്, ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സോദരനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. 1987 ക്ഷേത്രത്തിൽ എഴുതി വെച്ച വരികളാണ്. 1982 അരുവിപ്പുറം വിപ്ലവം നടക്കുന്നത്. 1988 അരുവിപ്പുറം വിപ്ലവം നടക്കുന്നു. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമി പഠിക്കുകയാണ്, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമി. വിദ്യയിലൂടെ ഔന്നത്യം നേടുക എന്ന് പറഞ്ഞത് അയ്യങ്കാളി. ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞത് ഗുരു. പുലയ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് പറയുന്നത് അയ്യങ്കാളി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞത് ഗുരുവാണെങ്കിലും ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ.
അതുപോലെ പത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഭയകൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിന്. ഭയകൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിന് 1905 വക്കം മൗലവി ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യമാണ് ഭയകൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിന്. ഭയകൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിന്. 1921 ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമായ അഭിനവ കേരളം, അതിന്റെ ആപ്തവാക്യമാണ് ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ. അതുപോലെ ഗുരുവിന്റെ ആത്മോപദേശതകത്തിലെ വരികളാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ആത്മോപദേശതകൾ. അപ്പോൾ ഇതുപോലുള്ള മുദ്രാവാക്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ആപ്തവാക്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിൽ പ്രധാനപ്പെട്ട 3 ഇമ്പോർട്ടൻ്റ് ആയ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ആപ്തവാക്യങ്ങളൊക്കെ പറയുന്നത്, ഒന്ന് മലയാളി മെമ്മോറിയലിന്റെ തിരുവിതാംകൂറുകാർക്ക്, പിന്നെ കുറിച്യ ലഹള വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അതുപോലെ തന്നെ ഗുരുവുമായി ബന്ധപ്പെട്ട വാക്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക.